നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഒരു പരീക്ഷ എഴുതി കഴിയുമ്പം നമുക്ക് ആ പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ സന്തോഷം നമുക്ക് എഴുതി നല്ല എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതെല്ലാം വന്നു എന്നറിയുമ്പോഴാണ് നമുക്ക് ഏറ്റവും സന്തോഷം. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും വിദ്യാർത്ഥികളുടെ തന്നെ രക്ഷകർത്താക്കൾക്കും എല്ലാം ഒരേപോലെ സന്തോഷമാകുന്നതാണ്. ഇന്ന് അങ്ങനെ ഒരു ദിവസമാണെന്നാണ് ഇതുവരെ അറിഞ്ഞ പരീക്ഷ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളും കണ്ടപ്പോഴും അല്ലെങ്കിൽ അധ്യാപകർ കണ്ടപ്പോഴും കുട്ടികൾ പറയുന്നതെല്ലാം അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇത് എളുപ്പമായിരുന്നു. ആരെയും ബുദ്ധിമുട്ടിച്ചില്ല. എന്തായാലും മാത്സ് അത് വലിയൊരു ആശ്വാസമാണ് പ്ലസ് ടുക്കാർക്ക്. കാരണം ഇനി അവർക്ക് സെക്കൻഡ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ, പ്രധാനപ്പെട്ട പരീക്ഷയായിട്ട് സെക്കൻഡ് ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. പല സ്ട്രീമിലുള്ളവർക്ക് പല വിഷയങ്ങളും കാണുമായിരിക്കാം. എന്തായാലും മാത്സ് വലച്ചില്ല. കാരണം പ്ലസ് വണ്ണിൽ മാത്സ് വലച്ചുകൊണ്ട് ഒരു രീതിയിലും പ്ലസ് ടു എളുപ്പമായിരിക്കത്തില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് പലരും പോയത്. പക്ഷെ ഈ പറഞ്ഞ പോലെ മാത്സ് എല്ലാവർക്കും തന്നെ ഒരു പരിധിവരെ ആശ്വാസമേകിയ ഒരു പരീക്ഷയാണ്. എന്നാൽ ഈ പറഞ്ഞ പോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി തുടങ്ങിയ വിഷയങ്ങളുടെ നല്ല കാഠിന്യം എന്ന് പറഞ്ഞാൽ പല കുട്ടികളും നല്ലതുപോലെ എഴുതാഞ്ഞതിൻ്റെ കൊണ്ട് പലരും ഈ പറഞ്ഞ പോലെ മാത്സ് ചിലവർ വലിയ കാര്യമായിട്ട് എന്തായാലും പാടായിരിക്കും എന്ന് വിചാരിച്ചു പോയിട്ടുള്ളവർ കാണും. കമൻസും കിടാം. എന്തായാലും ഇനിയും പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം തന്നെ പ്ലസ് ടുക്കാർ കഴിഞ്ഞു. ഇനി പ്ലസ് വൺകാർ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അവരുടെ ഒരു വിഷയം കഴിഞ്ഞുള്ളൂ. അതും അത്യാവശ്യം പ്രയാസമുള്ള പരീക്ഷയാണ്. ഇനി ഫിസിക്സും മാത്സും ബയോളജി എല്ലാം അവർക്ക് കിടക്കുകയാണ്. പ്ലസ് ടുക്കാർക്കായാലും ഇനിയും പുത്തനായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അത് വാല്യുവേഷൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വരുന്ന അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. നല്ല മാർക്ക് കിട്ടട്ടെ, എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.